അങ്ങനെ ഞങ്ങൾ മലേഷ്യയിലെ 4ാമത്തെ ദിവസം. ഇന്ന് മെയിനായിട്ട് 2 സ്ഥലങ്ങളെ ഞങ്ങൾ കവർ ചെയ്യണേ. അതിലൊന്ന് മലേഷ്യയിലെ ഫോട്ടോ സിഗ്നേച്ചറായ ബാട്ടു കേവ്സും 2 തിയാഹൂൺ ടെമ്പിളുമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമുണ്ട്, എല്ലാവരും അതിലും ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാട്ടു കേവ്സ് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ടും നമുക്ക് അത്യാവശ്യം യാത്രയുള്ളതുകൊണ്ടും വെയിലിൻ്റെ മുന്നേ നമുക്ക് അവിടെ കയറാനുള്ള ഒരു ഇതുകൊണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ചെന്നിട്ടാവാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ മെട്രോ സ്റ്റേഷനിലോട്ട് എത്തി. അവിടെ നിന്ന് നേരെ KL സെൻറ്ററിലോട്ട് ടിക്കറ്റ് കൊടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ മെട്രോ വന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മെട്രോയിൽ. അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ മെട്രോ KL സെൻറ്ററിലെത്തി. അങ്ങനെ പതിവ് പോലെ നമ്മൾ മാളിലോട്ട് കയറി. അവിടെ നിന്ന് നേരെ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ ട്രെയിനുകളുടെ ഹബ് സ്പോട്ടിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ കമ്മ്യൂട്ടർ ലൈനിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് ബാട്ടു കേവിലോട്ട് പോകണമെങ്കിൽ കമ്മ്യൂട്ടറിൻ്റെ KTM കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞ ട്രെയിനിലാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ അല്ല, അത് നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണ്. ഒരാൾക്ക് 2 റിങ്കറ്റാണ് വന്നത്. ഓൾമോസ്റ്റ് ഒരു 20-25 മിനിറ്റ്സിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ ഈ കമ്മ്യൂട്ടർ ലൈൻ എന്ന് പറയുന്നത് നമ്മളെ പ്രോപ്പർ ട്രെയിൻ പോലെ തന്നെയാണ്, റെയിലും. അപ്പോൾ മറ്റേ മെട്രോ പോലെയല്ല, സാധാ ട്രെയിൻ പോലെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കണത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ട്രെയിൻ വരുമെന്ന് വിചാരിക്കണം. ആ സമയം കണ്ട് എൻ്റെ കൂടെയുള്ളവരൊക്കെ മൊബൈൽ ഫോണിൽ ബിസി ആയിപ്പോയി. അപ്പോഴേക്കും ഞങ്ങളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും ട്രെയിൻ വന്നിരുന്നു കേട്ടോ. ഇത് ബാട്ടു കേവ്സ് വഴി വേറെ ഇങ്ങോട്ടോ പോകുന്ന ഒരു ട്രെയിനാണ് തോന്നുന്നു. വലിയ തീരെ തിരക്കുണ്ടായിരുന്നില്ല, കുറേ സീറ്റ് വേക്കൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിൻ പോലെ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ട്രെയിൻ പോലെ തന്നെയായിരുന്നു ഇത്. കമ്മ്യൂട്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ പെട്ടെന്നൊരു 25 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ സ്ഥലത്തെത്തി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, ബാട്ടു കേവ്സിൻ്റെ അവിടെ ഇറങ്ങി. അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് ഇനി കടന്നിട്ട് നമ്മൾ ബാട്ടു കേവ്സിലോട്ട് നേരെ കയറാം. അങ്ങനെ നമ്മൾ ആ ഒരു ടിക്കറ്റ് പഞ്ച് ഔട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് പുറത്തോട്ടൊന്നും നടക്കാനുണ്ട്. അപ്പോൾ ഇനി റിട്ടേൺ ട്രെയിനൊക്കെ എപ്പോഴാണെന്ന് നമ്മൾ നോക്കി വെക്കണം. കാരണം വെച്ചാൽ മുന്നേ പറ്റിയ പോലെ അബദ്ധങ്ങളൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ട്രെയിനുകളുണ്ട്, വലിയ ഡിഫിക്കൽട്ടി ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പുറത്തിറങ്ങിയപ്പോഴേക്കും മൊത്തം അന്തരീക്ഷം ഒരു തമിഴ് ടച്ചിലോട്ടാണ് പെട്ടെന്ന് മാറി. അമ്പലങ്ങളൊക്കെ നമ്മളിവിടുത്തെ തമിഴ്നാട്ടിലെ കോവിലുകളൊക്കെ പോലെ ആയിരിക്കണു. മൊത്തം കുറേ തമിഴ് ആൾക്കാരുണ്ട്, നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ മൊത്തത്തിലൊരു തമിഴ് ടച്ച്, അമ്പലങ്ങളൊക്കെ മൊത്തം ഏരിയ തമിഴ് ടച്ച്. അങ്ങനെ നമ്മൾ മലേഷ്യയിലെ മുരുകനെ കണ്ടു. ഇനി നമുക്കിതേ ഈ സ്റ്റെപ്സ് എല്ലാം കയറി ബാട്ടു കേവ്സിൻ്റെ ഉള്ളിൽ കയറണം. അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ട്. അപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ച് ഞങ്ങൾ പയ്യെ കയറി. അങ്ങനെ ഈ കാണുന്ന മലകൾ മൊത്തം ചുണ്ണാമ്പ് മലകളാണ്, ലൈം സ്റ്റോണിൻ്റെ മലകളാണിത് മൊത്തം. അങ്ങനെ ഇത് മൊത്തം ഒരു 272 സ്റ്റെപ്സ് ഉണ്ട് നമ്മളെ ബാട്ടു കേവ്സിൻ്റെ ഈ സ്റ്റെപ്സ് മൊത്തം. അങ്ങനെ പയ്യെ ഞങ്ങൾ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ. നല്ല രസമുള്ള വ്യൂ ആയിരുന്നു. ഉള്ളിൽ നല്ല രസമാണ്. ലൈം സ്റ്റോൺ ഈ വെള്ളമൊക്കെ വീണ് നന്നായിട്ട് എൻഗ്രേവ് ചെയ്ത പോലെ നല്ല ഭംഗിയായിരുന്നു. അത്യാവശ്യം നല്ല ടൂറിസ്റ്റേഴ്സിൻ്റെ തിരക്കുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇത് മലേഷ്യൻ്റെ വൺ ഓഫ് ദ ഫോട്ടോ ഐക്കോണിക് പ്ലേസ് ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മൊത്തം ഒരു തമിഴ് ടച്ച്. പിന്നെ മലേഷ്യയിൽ കുറേ തമിഴിയൻസ് ഉള്ളതുകൊണ്ടും മൊത്തം ഒരു തമിഴ് ടച്ചും കുറേ തമിഴ് അമ്പലങ്ങളും ഉണ്ട് മലേഷ്യയിൽ. നല്ല രസമായിരുന്നു. ഉള്ളിൽ ലൈറ്റൊക്കെ വന്ന് അത് ഇങ്ങനെ ഫോട്ടോയിലും കണ്ണേക്കാട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ. അത് ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറേ ഫോട്ടോ എടുത്തു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഞങ്ങൾ പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ വെയിലാവണേക്കാട്ടും മുന്നേ ഇറങ്ങി തിരിച്ചു പോകണം. അങ്ങനെ ഞങ്ങൾ പയ്യെ ഇറങ്ങി. ഈ ഏരിയയിൽ കുറേ കുരങ്ങന്മാരുണ്ട്. പക്ഷെ അവർ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇവർ നമ്മളിൽ നിന്ന് കുറേ സാധനങ്ങൾ തട്ടിപ്പറിക്കലും ആൾക്കാർ പേടിപ്പെടുത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാട്ടു കേവ്സിനോട് വിട പറഞ്ഞ് ഞങ്ങൾ പോന്നു. ഞങ്ങൾക്ക് അപ്പം തന്നെ ട്രെയിനിങ് കിട്ടി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. ഒരു 45 മിനിറ്റ്സ് ഞങ്ങൾ തിരിച്ചെത്തി. അങ്ങനെ വീണ്ടും ഞങ്ങൾ KL സെൻറ്ററിലെത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വഴിക്കൊണ്ടായിരിക്കും വലിയ വിശപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിരുന്നു, 2-2:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇനി അടുത്ത ടെമ്പിൾ, ചൈനീസ് ടെമ്പിളായ ആ ടെമ്പിളിലും കൂടി പോയി വന്നതിന് ശേഷം നമുക്ക് ഫുഡാവുമെന്ന് വെച്ചു. അങ്ങനെ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ടാക്സി എടുക്കണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ മോളിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ടാക്സി എടുക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്രാബ് ആപ്പ് നമ്മൾ എടുക്കണം. അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് ടാക്സി വിളിക്കുമ്പോൾ അവർ ഭയങ്കര റേറ്റ് എടുക്കും. ഗ്രാബ് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും. പെട്ടെന്ന് ഭയങ്കര ആക്സസിബിളാണ് ഗ്രാബ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ടാക്സിയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ കുറേ അടിപൊളി വണ്ടികൾ നമ്മൾ പാസ് ചെയ്ത് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ടാക്സി ചേട്ടൻ എത്തി. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് നോക്കിയായിരുന്നു അതിൻ്റെ ഡിസ്റ്റൻസൊക്കെ. അങ്ങനെ നല്ല അടിപൊളി ടാക്സി ആയിരുന്നു.
അപ്പോൾ ഒരു കണ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു തമിഴ് ചേട്ടനായിരുന്നു നമുക്ക് ടാക്സി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, 2-3 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ആ ചേട്ടനായിട്ട് സംസാരിച്ചിരുന്ന് തമിഴ്, എനിക്ക് ലേശം തമിഴ് അറിയാവുന്നതുകൊണ്ട് തമിഴിലൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എന്തൊക്കെയാണ് ഇനി എവിടേക്കാണ് എന്തൊക്കെയാണ് ടൈമിങ്സൊക്കെ മനസ്സിലാക്കി നമ്മൾ പോയി. അപ്പോൾ മലേഷ്യയിൽ നമ്മൾ ആദ്യമായിട്ട് ടാക്സി എടുക്കണം. അപ്പോൾ നല്ല രസമായിരുന്നു മലേഷ്യൻ റോഡുകൾ എന്ന് പറയുന്നത്. ഭയങ്കര നീറ്റും ക്ലീനും. ഞാൻ നേരത്തെ പറഞ്ഞില്ല വണ്ടികളൊക്കെ പോണത് അത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലെ വണ്ടികളൊക്കെ പോകുള്ളൂ. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹോണടിയില്ല. അത് ഈ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചൊക്കെ എന്തുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ എന്തൊക്കെയോ റൂളുകൾ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മളതും ചേട്ടനായിട്ട് കുറേ കത്തി വെച്ചു. കുറഞ്ഞ വെച്ചാൽ തമിഴിലായതുകൊണ്ട് കുറേ സംസാരിച്ച് ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ ആ ടെമ്പിളിലെത്തി. അങ്ങനെ തിയാൻഹു ടെമ്പിളിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ചൈനീസ് ആർക്കിടെക്ചറാണോ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിരുന്നു, നല്ല ഒരു വൈറ്റും റെഡും കോമ്പിനേഷൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഇറക്കി ടാക്സി ചേട്ടൻ പോയി. ഞങ്ങളും പയ്യെ മുകളിലോട്ട് കയറി. മുകളിലാണ് ടെമ്പിളിലോട്ടുള്ള ആക്സസ്. ഇവിടുന്ന് ഒരു 2-3 സെക്കൻഡ് ഫ്ലോറിലോട്ട് എന്തോ കയറണം. അങ്ങനെ അതും വെച്ച് ഞങ്ങൾ നടന്നു സെക്കൻഡ് ഫ്ലോറിലോട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലെത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ കളർ കോമ്പിനേഷനാണ്. ഈ യെല്ലോ, റെഡ്, വൈറ്റ്, നല്ല ഭംഗിയായിരുന്നു. ഈ വീഡിയോയിലൊക്കെ കണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതിന്. അപ്പോൾ നമ്മളിവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഇത് കണ്ടു കേട്ടോ. ഇവിടെ കുറേ പേര് എന്തൊക്കെയോ എടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല ഇത് എന്താണെന്ന്. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡീനോട് ചോദിച്ചത് എന്താണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇതിങ്ങനെ ഇടണം. അപ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കണ ആ ഇതുണ്ടല്ലോ സ്റ്റിക്ക്, അതെടുത്തിട്ട് ആ നമ്പർ വെച്ചിട്ട് നമ്മളെ ഫോർച്യൂൺ എന്താണെന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും ട്രൈ ചെയ്തു കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ ട്രൈ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ കുറേ കണ്ടോ നല്ല ഭംഗിയുള്ള നമുക്ക് ഇതൊക്കെ കത്തിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ ഏതാ ദൈവം എന്ന് മനസ്സിലായില്ലെങ്കിലും ഞങ്ങളും പ്രാർത്ഥിച്ചു. എന്നുവെച്ചാൽ പ്രാർത്ഥനയൊക്കെ ഒന്ന് തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ ചുറ്റിനും നടന്നു. നല്ല രസമായിരുന്നു. അവിടുന്ന് കുറേ ഫോട്ടോ എടുക്കണമെന്ന് വെച്ച് കണ്ട് ഈ കളർ കോമ്പിനേഷൻ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി താഴത്ത് കുറേ ഷോപ്പുകളൊക്കെ ഒന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഗ്രാബിൽ റിട്ടേൺ ആയിട്ടുള്ള ടാക്സി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ടാക്സി ഒരു 10 മിനിറ്റിൽ ടാക്സി വരും ചെയ്തു കേട്ടോ. നല്ല അടിപൊളി നീറ്റ് ടാക്സി. അതൊക്കെ തന്നെ കേട്ടോ. എന്ത് രസമെന്ന് പറയും കാണുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്ന ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ന്യൂ ഇന്ത്യയിലാണ് തമിഴ് ഗോത്രക്കാർ, നമ്മളെ തമിഴിയൻസ് കൂടുതൽ ഉള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ അവർ കുറേ ഷോപ്പും നമ്മൾ തമിഴ്നാടിൻ്റെ കുറേ തമിഴ് പേരുകളുള്ള ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ എന്താ പറയുക ഇനി സിറ്റിയിലോട്ട് പോവുക. ഈ ഏരിയയിൽ കുറേ തമിഴ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ദോശയോ അങ്ങനത്തെ തമിഴ് ഫുഡൊക്കെ കഴിക്കാൻ ഇതിനെ ഇവിടെ വന്നാൽ മതി. അങ്ങനെ വീണ്ടും നമ്മളെ ഹബ്ബായി കഴിഞ്ഞാൽ സെൻട്രൽ മോളിലെത്തി. ഇനി നേരെ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. അപ്പം ഞങ്ങൾ ബിരിയാണിയാണ് പ്രാവശ്യം ഓർഡർ ചെയ്തത്. നല്ല ബിരിയാണി, നല്ല ചിക്കൻ കറി ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പിൻ്റെ ആണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നോക്കി ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങി. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 4:30 കഴിഞ്ഞിരുന്നു. ഇനി റൂം പോയി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഒരു 7 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. അങ്ങനെ വൈകുന്നേരം വീണ്ടും പുതിയൊരു എനർജിയോടുകൂടി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷപ്പൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങി. ഇനി സ്ട്രീറ്റിൽ പോയി സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അങ്ങനെ ആ ഒരു ഇതിൽ ഞങ്ങൾ ഫസ്റ്റ് കയറി ഒരു ബുഫറ്റ് പോലത്തെ സ്ഥലത്ത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ താൽക്കാലിക വിശപ്പ് മാറി. പിന്നെ അപ്പോഴേക്കും സ്ട്രീറ്റ് വീണ്ടും ഓണായിട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം ഇത് ഞങ്ങൾ എപ്പോൾ പോകുമ്പോൾ ഭയങ്കര റഷ് കാണാം, ഭയങ്കര ക്യൂ ആണ് ഇവിടെ സാധനം വാങ്ങിക്കാൻ. എന്താ പറയുക നമ്മളെ പഫ്സൊക്കെ പോലത്തെ ഒരു സാധനമായിരുന്നു, ഒരു പാക്ക്ഡ് സാധനം. അപ്പോൾ എന്നാ നോക്കാം ഞങ്ങൾ വാങ്ങിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങിച്ചു. ഒരു ബീഫിൻ്റെ വാങ്ങിച്ചു, ഒരു ചിക്കനും വാങ്ങിച്ചു. കഴിച്ചു നോക്കി എന്താണ് ഈ ഹൈപ്പിൻ്റെ എന്ന്. പക്ഷേ ഇവർക്ക് ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ഒരു വാവ് ഫാക്ടർ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ നല്ലതായിരുന്നു. നമ്മളെ എന്താ പറയുക ഏകദേശം ഒരു റോളൊക്കെ പോലെ തന്നെ, പക്ഷേ എന്തോ ഒരു ടേസ്റ്റ്. അങ്ങനെ അത് കഴിച്ച് വീണ്ടും ഞങ്ങൾ സ്ട്രീറ്റിൽ പാട്ട് അവരെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ നേരം ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഇനി രാത്രി ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ തന്നെ 2 ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പക്ഷെ കുറച്ചിശെ കഴിച്ചുകൊണ്ട് പിന്നെ വിശക്കുമ്പോൾ ആവാമെന്ന് വെച്ചു. അപ്പോഴേക്ക് ഇതേ ഒരു നല്ല രസം, ഒരു കുഞ്ഞൊക്കെ ഇങ്ങനെ കൊട്ടുന്നത് നല്ല രസമായിരുന്നു. പാട്ടിൽ അവരൊക്കെ എൻഗേജ് ആയി കണ്ടു.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി. പിന്നെ അടുത്ത് ഞങ്ങൾ കഴിക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷവർമ്മ, അങ്ങനെ ഷവർമ്മയും കഴിച്ചു. ഇന്നിനി എന്തായാലും നല്ലൊരു ഉറക്കം ഉറങ്ങി നല്ല റെസ്റ്റ് വേണം. അപ്പോൾ ശരി, ബൈ.